എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിൽ ചേരുമോ? സി.പി.എമ്മിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഇടുക്കിയിലെ സഖാവ്. ബി.ജെ.പി മാത്രമല്ല കോൺഗ്രസും മറ്റ് പാർട്ടികളും തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് സി.പി.എമ്മുമായി അകന്നു കഴിയുന്ന എസ് രാജേന്ദ്രൻ പറഞ്ഞത് പുതിയ അഭ്യൂഹങ്ങൾക്കിടയാക്കിയിരിക്കുന്നു. എസ് രാജേന്ദ്രനും ബി.ജെ.പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നപ്പോൾ അത് തള്ളിക്കളഞ്ഞ രാജേന്ദ്രൻ ഇപ്പോൾ എല്ലാം അംഗീകരിക്കുന്നു. ഒരു സുഹൃത്ത് വിളിച്ച് ബി.ജെ.പി നേതാവിന് തന്നെ കാണണമെന്ന് പറഞ്ഞു. വീട്ടിൽ കയറരുതെന്ന് പറയുന്നത് തന്റെ സംസ്കാരമല്ല. അവർ വീട്ടിൽ വന്ന് സംസാരിച്ചു, കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. സി.പി.എമ്മിലെ അവസ്ഥ താൻ വ്യക്തമാക്കി. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും താൻ ചിന്തിച്ചിട്ടില്ലെന്ന് അവരെ അറിയിച്ചു. ചർച്ചയിൽ നടന്നത് ഇതൊക്കെയാണെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കുമ്പോൾ സി.പി.എം ഭയന്നതുപോലെ ഒരു കൂടുമാറ്റം എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം. ബി.ജെ.പി മുന്നണിയിൽ ഇടുക്കിയിൽ മത്സരിക്കേണ്ടത് ബി.ഡി.ജെ.എസ് ആണ്. രാജേന്ദ്രൻ മനസ്സ് തുറക്കാത്തതുകൊണ്ട് അവിടെ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. 2022 എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് പുറത്താക്കിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി.പി.എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു കുറ്റം. 2023 ഒരു വർഷത്തെ സസ്പെൻഷൻ കഴിഞ്ഞെങ്കിലും രാജേന്ദ്രൻ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. തന്നെ വിശ്വാസമില്ലാത്ത പാർട്ടിയിലേക്ക് മടങ്ങുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് രാജേന്ദ്രൻ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. സസ്പെൻഷൻ കിട്ടി 3-4 മാസത്തിനുള്ളിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടിരുന്നു. രാജേന്ദ്രനോട് പാർട്ടിയിൽ തിരിച്ചെത്തി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ജനുവരി 22 പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെന്നായിരുന്നു ഗോവിന്ദൻ മാഷ് ആവശ്യപ്പെട്ടത്. ഇടുക്കിയിൽ എം മണിയുമായുള്ള തർക്കമാണ് സി.പി.എമ്മിൽ രാജേന്ദ്രൻ തിരിച്ചടിയായത്. ദേവികുളം മുൻ എം.എൽ.എ ആയ എസ് രാജേന്ദ്രനെ ബി.ജെ.പിക്കാർ റാഞ്ചു മുമ്പേ അനുനയിപ്പിച്ച് ഒപ്പം ചേർക്കാൻ സി.പി.എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം എം മണി എം.എൽ.എയും അനുനയ നീക്കത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. എസ് രാജേന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള പാർട്ടി നേതാവിനെ ചർച്ചയ്ക്കായി ചുമതലപ്പെടുത്തി. പാർട്ടിയിൽ മടങ്ങിയെത്തിയാൽ മുൻപ് വഹിച്ചിരുന്ന പദവികൾ നൽകാമെന്ന് ജില്ലാ നേതൃത്വം ഉറപ്പുകൊടുത്തതായാണ് സൂചന. 15 വർഷം എം.എൽ.എ ആയിരുന്ന രാജേന്ദ്രന് തോട്ടം മേഖലയിലെ തമിഴ് കുടിയേറ്റ ജനതയ്ക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാണ് ബി.ജെ.പി തന്ത്രമൊരുക്കുന്നത്. പത്മജ ബി.ജെ.പിയിൽ ചേർന്നതുപോലെയാകില്ല രാജേന്ദ്രൻ ബി.ജെ.പിയിലെത്തിയാൽ. ഇടുക്കിയിലെ വലിയൊരു വോട്ട് ബാങ്കിനെ തന്നെയാകും സി.പി.എമ്മിന് നഷ്ടമാവുക. അതുകൊണ്ട് തന്നെ ദേവികുളത്തിന്റെ പ്രിയ സഖാവിനെ നഷ്ടമാകാതിരിക്കാൻ പാർട്ടി ഏതറ്റം വരെയും പോകും. അതുപോലെ രാജേന്ദ്രനെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ ബി.ജെ.പിയും അടവുകൾ പലതും പയറ്റും.